ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രുതി ഗർഭിണിയാണെന്നുള്ള വിവരം ഭാമ പോയി ചന്ദ്രോദയത്തിലോട്ട് പറഞ്ഞിരിക്കുവാണ്. ചന്ദ്ര ഒഴികെ ബാക്കി എല്ലാവരും ശ്രുതിയുടെ ഈ കള്ളം വിശ്വസിച്ചിരിക്കുവാണ്. ചന്ദ്ര ഉറപ്പിച്ച് പറയുന്നുണ്ട്, അവൾ ഗർഭിണിയൊന്നുമല്ല, എനിക്കുറപ്പാ. അവൾ ഈ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ഓരോ കള്ളങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുക. ഞാൻ സമ്മതിക്കില്ല. അവളുടെ ഈ ഗർഭം ഒരു കള്ളത്തരമാണ്. അതുകൊണ്ട് തന്നെ ആരും അവളെ വിളിക്കാനൊന്നും പോകരുതെന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ രവീന്ദ്രൻ അപ്പോഴും ചന്ദ്രയോട് പറയുന്നുണ്ട്, ഒരു പെണ്ണും അങ്ങനെ ഗർഭിണിയാണെന്ന് കള്ളം പറയില്ല ചന്ദ്രയെ. അവൾ ശരിക്കും ഗർഭിണിയാണെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അതിനുള്ള ചാൻസ് ഉണ്ട് അമ്മേ. എനിക്ക് എൻ്റെ ശ്രുതിയെ ഇപ്പം തന്നെ കാണണം. എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത്, എനിക്ക് അവളെ കാണണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര നല്ല ചീത്ത ശ്രുതിയോട് പറയുന്നുണ്ട്, നീ എങ്ങാനും അവളെ കണ്ട് ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്ന പിന്നെ ഈ ചന്ദ്ര ഈ വീട്ടിലുണ്ടാവില്ലെന്നാണ് ചന്ദ്ര പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വല്ലാണ്ടാവുകയാണ്. കാരണം ശ്രുതിക്ക് ചന്ദ്ര എന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ അതുപോലെ തന്നെ ശ്രുതിയെയും ഇഷ്ടമാണ്. ശ്രുതിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ദേഷ്യങ്ങളെല്ലാം മാറുവാണ്. അച്ചമ്മയോടുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് ശ്രുതിക്കുണ്ട്. പക്ഷേ ചന്ദ്രയെ പേടിച്ച് ശ്രുതിക്ക് അത് ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം തൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്നത് ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ശ്രുതിയാണെങ്കിലോ മീരയുടെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുവാണ്. താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ഭാമ അവിടെ പോയി എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ വിളിച്ച് സംസാരിക്കും, തന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് കരുതിയിരിക്കുവാണേ ശ്രുതി. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത്രയും നേരമായിട്ടും അവിടെ നിന്ന് ആരും നിന്നെ വിളിച്ചില്ലല്ലോ, ഇങ്ങോട്ടേക്ക് വന്നുമില്ല, ബാമാൻറ്റി പോയി പറഞ്ഞിട്ടുണ്ടാവോ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ബാമാൻറ്റി രാവിലെ തന്നെ പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് ആരും വിളിച്ചില്ലല്ലോ എന്ന് ശ്രുതിയും പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അവർ നിൻ്റെ ഈ കള്ളത്തരമൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് കള്ളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നീ ഒരു പുതിയ കള്ളം കൂടി പറഞ്ഞിരിക്കുന്നു എന്നേ അവർ വിചാരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവേ, എന്നാലും ശ്രുതി പോലും എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അവൻ എന്തൊരു ഭർത്താവാ, എന്തൊരു അച്ഛനാണെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ടേ, അത്തരത്തിലുള്ള ഒരുപാട് കള്ളങ്ങൾ നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അവർക്കറിയാം ഇതും ഒരു കള്ളമാണെന്ന്. ആ വീട്ടിൽ കയറിപ്പറ്റാൻ നീ പറയുന്ന കള്ളമാണ് ഇതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ശ്രുതി. അതാ അവർ വിളിക്കാത്തത്. നീ വിചാരിക്കുന്നത് പോലെ അവരത്ര മണ്ടന്മാരല്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് മീര പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ടേ, എൻ്റെ ഈ കള്ളത്തരം അവരെ ഞാൻ സത്യമാണെന്ന് വിശ്വസിപ്പിക്കും എന്ന് പറയുവാണ്. അപ്പോൾ മീര ചോദിക്കും, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, ഞാൻ നാളെ തന്നെ രേവതിയുടെ അനിയത്തി ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോകും. അവിടെ വെച്ച് ദേവു എന്നെ കാണുമ്പോഴേക്കും എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയും ഞാൻ ഗർഭിണിയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പിന് വേണ്ടിയൊക്കെ വന്നിരിക്കുകയെന്ന് പറയും. ദേവു എന്തായാലും ആ വിവരം രേവതിയെ വിളിച്ച് പറയും. രേവതി ആ വീട്ടിലുള്ള എല്ലാവരോടും പറയും. രേവതി പറഞ്ഞാൽ എന്തായാലും ആ വീട്ടിലുള്ളവരൊക്കെ വിശ്വസിക്കുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കള്ളഗർഭം സത്യമാണെന്ന് അവരെയൊക്കെ വിശ്വസിപ്പിക്കുമെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, നടക്കും മീരെ, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുവാണേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതിയും മീരയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അവിടെ വെച്ച് മീര ശ്രുതിയെ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ചേച്ചി ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ പറയുവാണ്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും ദേവു ഭയങ്കരമായിട്ട് ഞെട്ടുവാണ്. ശ്രുതി ചേച്ചി ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അതേ മേരിയെന്ന് പറയുവാണ്. എന്നിട്ട് അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്നും പോകുവാണ്, കൗണ്ടറിൽ ഒപ്പിലോട്ട് പോകുന്നത് പോലെ പോകുവാണ്. ദേവു ഈ വിവരം അപ്പോൾ തന്നെ ശ്രുതിയുടെ പ്ലാനിങ്ങിലുള്ളതുപോലെ തന്നെ രേവതിയെ വിളിച്ച് പറയുവാണ്. രേവതിയെ വിളിച്ച് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഈ വിവരം ഞങ്ങൾ അറിഞ്ഞായിരുന്നു ദേവു, പക്ഷേ അമ്മ പറയുന്നത് ശ്രുതിയുടെ ഗർഭം ഒരു കള്ളത്തരമാണെന്നാണെന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, കള്ളത്തരമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരുമോ രേവതി ചേച്ചി? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി ചേച്ചി, എന്നെ കണ്ട് സംസാരിച്ചു ഡോക്ടറെ കാണാൻ വേണ്ടി ഓപ്പിലോട്ട് കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാന്ന് ദേവ് പറയുമ്പോഴേക്കും രേവതിക്ക് ആകെ സംശയവും കൺഫ്യൂഷനൊക്കെ ആവുകയാണ്. ഇനി ശ്രുതി ശരിക്കും ഗർഭിണിയാണോ എന്ന് രേവതിയും സംശയിക്കുവാണ്. എന്നിട്ട് ഈ വിവരം രേവതി നേരെ പോയി രവീന്ദ്രനോടും സച്ചിനോടും ഒക്കെ പറയുന്നുണ്ട്. ചന്ദ്രയും ഉള്ള ടൈമിലാണ് ഇത് പറയുന്നത്. ശ്രുതി ചെക്കപ്പിന് വേണ്ടി നമ്മുടെ ദേവുവിൻ്റെ ഹോസ്പിറ്റലിലാണ് പോയിരുന്നത്. അവിടെ വെച്ച് ദേവുവിനെ കണ്ടായിരുന്നു. ശ്രുതി ശരിക്കും ഗർഭിണിയാണെന്ന് രേവതി പറയുമ്പോഴും ചന്ദ്ര വിശ്വസിക്കുന്നില്ലേ. എടി, അവൾ പല കള്ളത്തരവും കാണിക്കും ഈ വീട്ടിൽ കയറിപ്പറ്റാൻ. ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങോട്ടേക്ക് പോയത്. ഇതുപോലെ തന്നെ അവൾ നിന്നെ ഈ വിവരം വിളിച്ച് പറയുമെന്ന് അവൾക്കറിയാം. അവളെ ഭയങ്കര ബുദ്ധിശാലിയാണ്, കുശാഗ്ര ബുദ്ധിശാലിയാന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര.
രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. നീ എന്താ ചന്ദ്ര ഇങ്ങനെ? വയറ്റിൽ കുഞ്ഞില്ലെങ്കിൽ അവൾ ഗർഭിണി അല്ലെങ്കിൽ എന്തിനാ അവൾ ഗൈനക്കോളജിസ്റ്റിനെ കാണണം? ദേവു അവൾ ആ ഒപ്പിയിലോട്ട് കയറിപ്പോകുന്നത് കണ്ടു എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിത് വിശ്വസിക്കില്ല, അവൾ ഗർഭിണിയല്ലെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു എന്ന് ചന്ദ്ര പറയുവാണേ. ശ്രുതി ആകെ ആശയക്കുഴപ്പത്തിലാവാണ്. ശ്രുതിക്ക് ടെൻഷൻ കയറുവാണേ. കാരണം തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു നോക്ക് കാണാൻ പോലും തനിക്ക് സാധിച്ചില്ലല്ലോ. ആ വയറ്റിലുള്ള കുഞ്ഞിനെ ഒന്ന് പുഞ്ഞാരിക്കാനോ ലാളിക്കാനോ പോലും തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ശ്രുതി ആകെ വിഷമിക്കുവാണ്. ശ്രുതിയുടെ സങ്കടം കാണുമ്പോഴേക്കും രവീന്ദ്രനും രേവതിക്കും സച്ചിക്കുമൊക്കെ സങ്കടമാവുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛ അമ്മ എന്താ ഇങ്ങനെ, അമ്മ എന്താ ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാത്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവളെ നമുക്ക് പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാടാ, അവളെ വിശ്വസിക്കും, ശ്രുതി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. പക്ഷേ ശ്രുതിക്കാണെങ്കിലോ വിശപ്പുമില്ല ഉറക്കവുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോവാണ്. ശ്രുതിയെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതിയെന്നായി ശ്രുതിക്ക്. അപ്പോൾ ഒരു ദിവസം രാത്രി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കാരണം ചന്ദ്ര എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഉറക്കമില്ലാതിരിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒരിക്കലും ശ്രുതിയെ കാണാൻ പോകാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഡോറ് തുറന്ന് ശ്രുതിയുടെ വീട്ടിലോട്ട് പോവാണ്. ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മ നല്ല ഉറക്കമായിരിക്കും, ഈ സമയത്ത് ഞാൻ പുറത്ത് പോയാൽ ആരും അറിയാൻ പോകുന്നില്ല, പോയി എളുപ്പം ശ്രുതിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ബാക്കിൽ നിന്ന് വിളിക്കുവാണേ. എടാ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണേ. നീ എങ്ങോട്ടാടാ ഈ പാതിരാത്രിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണ്. ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണെന്നല്ലേ നിന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, എനിക്ക് ശ്രുതിയെ കാണണം, അവളില്ലാതെ പറ്റില്ല അമ്മേ, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നത്, ഞാൻ ശ്രുതിയെ പോയി കാണാൻ പോവാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഓഹോ നീ അപ്പോൾ അവളെ പോയി കാണും, കണ്ടിട്ട്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരും അമ്മേ, ശ്രുതി ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നില്ലേ, ഇനി എനിക്ക് ഒട്ടും പറ്റില്ല, എൻ്റെ ശ്രുതി മാത്രമല്ല ആ വീട്ടിൽ ഒറ്റയ്ക്കുള്ളത്, എൻ്റെ കുഞ്ഞും കൂടിയാമ്മേ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരും എന്ന് ശ്രുതി ഉറപ്പിച്ച് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ശ്രുതിയുടെ വിഷമം കാണുമ്പോഴും ഒരു ചെറിയ സങ്കടം വരുന്നുണ്ട്. ശ്രുതി എന്തായാലും ശ്രുതിയെ തേടി പോകുമെന്ന് ചന്ദ്ര ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം പാതിരാത്രി ഉറക്കമില്ലാതെ ഡോറും തുറന്ന് പോകാൻ പോയ ശ്രുതി എന്തായാലും ശ്രുതിയെ കാണുമെന്നും അവരുടെ വഴക്കൊക്കെ മാറി കൂട്ടിക്കൊണ്ട് വരുമെന്ന് ചന്ദ്ര മനസ്സിലാക്കുവാണ്. അപ്പോൾ ചന്ദ്ര എന്ത് ചെയ്യുന്നു വെച്ചാൽ, ശ്രുതി ഗർഭിണിയാണെന്നുള്ള സത്യം വിശ്വസിച്ചു എന്ന വ്യാജേനെ ശ്രുതിക്ക് മുമ്പിൽ അഭിനയിക്കുവാണ്. എടാ ശ്രുതി, നമുക്ക് നാളെ പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അമ്മ എന്തായി പറയുന്നത്, ഞാൻ സ്വപ്നം കാണുമെന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല മോനെ, നമുക്ക് നാളെ എല്ലാവരും കൂടി പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാം, ഒന്നുമില്ലെങ്കിലും നിൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ, എനിക്കും അതിനെ കാണണം, ഈ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എന്തൊക്കെയായാലും ശ്രുതിയുടെയും കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരാടാന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുവാണ്. നേരെ മുറിയിൽ പോയി ആ വിവരം അപ്പം തന്നെ ശ്രുതിയെ വിളിച്ച് പറയുകയാണേ, ശ്രുതി, നാളെ രാവിലെ തന്നെ ഞാൻ അമ്മയും കൂട്ടി വരാം, നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം, നമ്മുടെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിലുള്ളതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ. ആ ശ്രുതിയാണെങ്കിലോ അതിൻ്റെ അപ്പുറത്തെ സന്തോഷമാണ്. മീരയോട് ആ പാതിരാത്രി ഉറങ്ങുമായിരുന്ന മീരയെ തട്ടി എഴുന്നേൽപ്പിച്ച് പറയുന്നുണ്ട്, മീരെ, നമ്മുടെ പ്ലാനിങ് വിജയിച്ചു, ആ കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ ഗർഭിണിയാണെന്ന് വിശ്വസിച്ച മീരയെന്ന് പറയുവാണ്. അപ്പോൾ മീര ചോദിക്കും, അത് നിനക്കെങ്ങനെ മനസ്സിലായി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും, ശ്രുതി ഇപ്പം എന്നെ വിളിച്ചായിരുന്നു, നാളെ എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ ആൻറ്റിയും കൂട്ടി വരാം എന്നാ അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഹോ, ഞാൻ അവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടാവുമെന്ന് കരുതി, ഇതാ കുടുംബത്തിലെ എല്ലാവരും പൊട്ടന്മാരാണല്ലോ, നീ പറയുന്ന കള്ളങ്ങളെല്ലാം അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ, കഷ്ടം തന്നെ എന്നൊക്കെ മീര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പ്ലാനിങ് വിജയിച്ചു, ആ വീട്ടിലോട്ട് ഞാൻ കയറി ചെല്ലും, അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ പടി ഞാൻ ഇറങ്ങില്ല എന്ന് ശ്രുതി ഉറപ്പിച്ച് പറയുവാണേ. അതേസമയം തന്നെ ചന്ദ്ര ഇങ്ങനെ ഉറക്കമില്ലാതെ നടക്കുവാണ്. നോക്കട്ടെ, അവളെയും കൂട്ടി ഞാൻ നേരെ പോകാൻ പോകുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്, അവൾ കള്ളം പറയുവാണെന്ന് എനിക്ക് ഉറപ്പാണ്, അവളുടെ കള്ളത്തരം ഞാൻ കൈയോടെ പിടിക്കും, അവൾ ഗർഭിണിയാണെങ്കിൽ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ അവളെ ഞാൻ സന്തോഷത്തോടെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ അവൾ പറയുന്നത് കള്ളത്തരമാണെന്നെങ്ങാനും ഡോക്ടർ പറഞ്ഞാൽ, അവൾ ഗർഭിണിയല്ലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചന്ദ്ര വീണ്ടും ആരായി തീരുമെന്ന്, ചന്ദ്രയുടെ തനി രൂപം, അവൾ വിശ്വരൂപം അവൾ വീണ്ടും കാണുമെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിരിക്കുവാണേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര സച്ചിയുടെ സഹായം തേടി പോവാണ്. സച്ചി, മോനെ സച്ചി, നീ എനിക്ക് വേണ്ടി ഒരു
സഹായം ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോവാണേ. കാരണം ആദ്യമായിട്ടാണല്ലോ ചന്ദ്ര സച്ചിനോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്നത്. അതുമാത്രമല്ല തന്നോടൊരു സഹായം കൂടി ചോദിച്ചു വന്നിരിക്കുകയാണ്. സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുവാണേ. കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് സഹായമാണ് അമ്മ, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആ കാര്യം സച്ചിയോട് പറയുവാണേ. അത് നമുക്ക് കാണിച്ചു തരുന്നില്ലേ, അത് പിന്നെ കാണിച്ചു തരത്തുള്ളൂ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇതെന്തായാലും ഞാൻ അമ്മക്ക് വേണ്ടി ചെയ്തിരിക്കും അമ്മേ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സച്ചി ഇനിയിപ്പോൾ നീ രാവിലെ ഓടാനൊന്നും പോകണ്ട, ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ശ്രുതിയെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ആണെങ്കിലോ അമ്മ ആദ്യമായിട്ട് തന്നോടൊരു സഹായം ചോദിച്ചിരിക്കുമല്ലേ, അതേപോലെ തന്നെ ചന്ദ്ര പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യുവാണ്. വാ അമ്മേ നമുക്കന്ന് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറയുവാണേ. അങ്ങനെ ശ്രുതിയും ചന്ദ്രയും സച്ചിയും കൂടി നേരെ ശ്രുതിയുടെ വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ ശ്രുതിയാണെങ്കിലോ രാവിലെ തൊട്ട് ഇവർക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ചന്ദ്രോദയത്തിലോട്ട് വീണ്ടും കയറാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ശ്രുതിയും. അങ്ങനെ അവർ 3 പേരും കൂടി മീരയുടെ വീട്ടിലെത്തുവാണ്. കോളിംഗ് ബെൽ അടിക്കുന്നതും ശ്രുതി ഓടിപ്പോയി ഡോറൊക്കെ തുറക്കുന്നുണ്ട്. ശ്രുതിയും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. ശ്രുതിയും പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയുന്നുണ്ട്. കുറച്ചു നേരം അത് കഴിയുമ്പോഴേക്കും ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ അടുത്തോട്ട് പോവാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ശ്രുതിയുടെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയുവാണ് ചന്ദ്ര. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ഇപ്പം തന്നെ വരാം, എല്ലാ ബാഗും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എത്ര നാളെ ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര ഇമോഷണൽ ആവുകയാണേ. സച്ചി ഒന്നും മിണ്ടാതെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി മീരയോട് പറയുന്നുണ്ട്, മീരെ അന്ന് ഞാൻ പോട്ടെ, കണ്ടില്ലേ എൻ്റെ ആൻറ്റിയും ശ്രുതിയും 2 പേരും വന്നു, ഞാൻ പറഞ്ഞില്ലേ മീരെ ഇവർ വരുമെന്ന്, കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, നീ ചെല്ല്, ഏതായാലും എല്ലാം നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ലേ, ഇനി നീ ചെല്ല്, സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞേക്കുവാണ് വീട്ടിൽ നിന്നും. ശ്രുതിയും ഭയങ്കര സന്തോഷത്തിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ സച്ചിയുടെ കാറിലോട്ട് കയറുവാണേ. ശ്രുതിയുടെ തോളിലൊക്കെ കിടന്നുറങ്ങി നമ്മുടെ ശ്രുതി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചന്ദ്രയാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ അഭിനയിക്കുവാണ്. ശ്രുതിക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. എന്തൊക്കെയായാലും താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടെയുള്ളവർ വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോയല്ലോ, തൻ്റെ പ്ലാനിങ് വിജയിച്ചല്ലോ, ഇനി എന്തെങ്കിലും പുതിയ കള്ളങ്ങൾ കണ്ടുപിടിച്ച് ഈ കുഞ്ഞ് പോയി എന്നൊക്കെ ഇവരെ പറഞ്ഞ് ബോധിപ്പിക്കണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ അടുത്ത പ്ലാനിങ് ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിലോട്ട് പോകുന്ന വഴിയല്ല സച്ചി വണ്ടി എടുക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി ഇത് ഏത് വഴിയാണ് നമ്മൾ പോകുന്നത്, വീട്ടിലോട്ട് പോകുന്ന വഴി ഇതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിന് നമ്മൾ വീട്ടിലോട്ടല്ലല്ലോ പോകുന്നത് പാലറേട്ടത്തിന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയും ആകെ ഷോക്കാവുകയാണേ. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഈ സച്ചി എന്തൊക്കെയാ പറയുന്നത് ആൻറ്റി, നമ്മൾ വീട്ടിലോട്ടല്ല പോകുന്നതെന്നോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതേന്നേ നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്, പാലറേട്ടത്തിയെ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഷോക്കാവുകയാണേ. എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രയാണെങ്കിലോ തിരിഞ്ഞു നോക്കി ശ്രുതിയെ നോക്കി വല്ലാത്തൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. നിൻ്റെ കള്ളത്തരമൊക്കെ ഞാൻ ഇന്ന് പൊളിച്ച് തരാടി എന്നുള്ളൊരു ഭാവത്തിലാണ് ചന്ദ്രയുടെ ചിരി. ശ്രുതിക്കത് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ടെൻഷൻ അടിക്കുവാണ്. ഓ, ഈ ആൻറ്റി എല്ലാം കരുതി കൂട്ടി വന്നതാണോ, ഞാൻ പറഞ്ഞതൊന്നും അപ്പോൾ ഇവരാരും വിശ്വസിച്ചില്ലേ എന്നൊക്കെ ആലോചിച്ച് ശ്രുതി ടെൻഷൻ അടിക്കുവാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുമല്ലോ എന്ന് ആലോചിച്ച് ശ്രുതി പേടിക്കുവാണ്. ശ്രുതി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആൻറ്റി ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്തതാ, നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയാൽ ചെക്കപ്പ് ചെയ്തത്, ഞാൻ അതിൻ്റെ ബില്ലൊക്കെ കാണിച്ചു തരാം, ആൻറ്റിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടും കാണിച്ചു തരാം, എന്തിനാ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല മോളെ, നിൻ്റെ വയറ്റിൽ ശ്രുതിയുടെ കുഞ്ഞല്ലേ, ആ ശ്രുതിയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങൾക്കും അറിയണ്ടേ, എനിക്കത് നേരിട്ട് ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി വീണ്ടും അടുത്ത കള്ളം പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്താലേ നമ്മുടെ കുഞ്ഞിനാ ദോഷം, ഇന്നലെ ഒരു ചെക്കപ്പ് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത മാസമാണ് ചെക്കപ്പ്, അടുത്ത മാസം വന്നാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ അത് അടുത്ത മാസം ശ്രുതിയും കൂട്ടി പോയി ചെക്ക് ചെയ്തോ, ഇപ്പം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി നിന്നെ ഒന്ന് നല്ലോണം പരിശോധിക്കാനുണ്ട്, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എനിക്ക് ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് നേരെ വിടുവാണേ. പല പല കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി ആ വഴി അവരുടെ പോക്ക് നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രയും സച്ചിയും ഒരുങ്ങി കെട്ടി പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ചന്ദ്ര ഒരാവശ്യം
പറഞ്ഞപ്പോൾ സച്ചി അത് ഒന്നും നോക്കാതെ ചെയ്തു കൊടുക്കുവാണ്. ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് പറ, നമ്മുടെ കുഞ്ഞിന് കേടാ അപ്പൊ പോയി ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, അമ്മേ നമുക്കിപ്പോൾ പോകണോ, അടുത്ത മാസം പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോയാൽ പോരെ, അപ്പോൾ അമ്മക്ക് ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാലോ കുഞ്ഞിനെ കുറിച്ചുള്ള വിശേഷങ്ങളെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, നീ അവിടെ മിണ്ടാതിരിക്കും ശ്രുതി, നീ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇപ്പം തന്നെ അറിയണം, ഞങ്ങൾ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകും, നിങ്ങൾ ഇനി കൂടുതലൊന്നും മിണ്ടണ്ടെന്ന് പറയുവാണേ. സച്ചി അങ്ങനെ നേരെ കാറ് ഹോസ്പിറ്റലിലോട്ട് വിടുവാണ്. ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ എത്തുന്നതും ശ്രുതിയുടെ ഹൃദയമിടിപ്പൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അമ്മയുടെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം നമ്മുടെ കുഞ്ഞ് തന്നെ ആ കുടുംബത്തിൽ ആദ്യം പിറക്കണമെന്ന്, അതേതായാലും നടന്നല്ലോ, അതിൻ്റെ സന്തോഷം അമ്മക്ക്, അമ്മ ഏതായാലും നിന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കട്ടെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് ശ്രുതിയും പറയുമ്പോഴേക്കും ശ്രുതി വല്ലാണ്ടാവുകയാണ്. ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുവാണ്. അങ്ങനെ റിസപ്ഷനിൽ പോയി ചീട്ടൊക്കെ എടുത്തിട്ട് ഡോക്ടറിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ശ്രുതി ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല, ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് എളുപ്പം പോവാം എന്നൊക്കെ പറയുവാണേ. ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്ന് ഈ ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും നടക്കും എന്ന് മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുവാണ് ശ്രുതി. അങ്ങനെ ശ്രുതിയുടെ പേര് വിളിക്കുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും കൂടി അകത്തോട്ട് കയറുവാണേ. അകത്തോട്ട് കയറിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഡോക്ടർ എൻ്റെ മരുമകളാണ് ഇവള് 2 മാസം പ്രഗ്നൻ്റാ, അപ്പോൾ കുഞ്ഞിന് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളപ്പോൾ വേറെ എവിടെയെങ്കിലും ടെസ്റ്റ് നോക്കിയായിരുന്നോ, ഡോക്ടറെ കാണിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവൾ ഇന്നലെ പോയി വേറൊരു ഡോക്ടറെ കാണിച്ചായിരുന്നു, പക്ഷേ എനിക്ക് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിശ്വാസം, ഒന്ന് നോക്കിയിട്ട് പറ എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ശ്രുതിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. ശ്രുതി ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്നാൽ മോള് മുറിയിലോട്ട് വാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഞാനൊന്ന് വയറൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ കൂടെ പോവാണ്. ആ മുറിയിലോട്ട് കയറുമ്പോഴേക്കും ഡോക്ടറെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഈ കള്ളം ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ അവരോട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ പ്ലാനിങ്. പക്ഷേ ശ്രുതിയുടെ ആ പ്ലാനിങ്ങും ചീറ്റിപ്പോവാണ്. കാരണം ഡോക്ടർ ശ്രുതിയെയും കൂട്ടി മുറിയിലോട്ട് പോകുമ്പോഴേക്കും ചന്ദ്രയും പുറകെ പോവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഈ കുട്ടി ഒന്ന് പരിശോധിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് വേണ്ട ഡോക്ടർ, ഞാനും കൂടെ തന്നെ നിൽക്കാമെന്ന് പറയുവാണേ. അങ്ങനെ ശ്രുതി കണ്ണും പൂട്ടി അങ്ങനെ കിടക്കുവാണേ. പരിശോധിച്ച് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും OPയിൽ വന്നിരുന്നിട്ട് ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രനോട് മാത്രമല്ല ശ്രുതിയോടായിട്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശ്രുതി തലയാട്ടുന്നുണ്ട്. എത്ര മാസമായി എന്ന് ആ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും 2 മാസം. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഡോക്ടറെ കാണിച്ചത്, ആ ഡോക്ടറിൻ്റെ മേലെ എനിക്കൊരു പരാതി കൊടുക്കാനാ, അവരെന്ത് പഠിച്ചിട്ടാണ് ഡോക്ടർ ആയതെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ ചന്ദ്ര പറയും, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്, മാഡം നിങ്ങളുടെ മരുമകൾ പ്രഗ്നൻ്റ് ഒന്നും അല്ല, ആ വിശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാൻ സാധിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ മരുമകൾ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുവാണേ. അപ്പോൾ ചന്ദ്ര നേരെ ശ്രുതിയുടെ മുഖത്തിങ്ങനെ കലിപ്പിൽ നോക്കുവാണ്. ശ്രുതിക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഏതായാലും നിങ്ങൾക്ക് നല്ല വിഷമാവുമെന്ന് എനിക്കറിയാം, ഒരുപാട് പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ ഈ ഹോസ്പിറ്റലിലോട്ട് വന്നത്, നിങ്ങളുടെ ആ പ്രതീക്ഷ തെറ്റിപ്പോയതിൽ എനിക്കും സങ്കടമുണ്ടെന്നൊക്കെ പറയുവാണ് ഡോക്ടർ. ഉടനെ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കാണാൻ സാധിക്കട്ടെ എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ആ OPയിൽ നിന്ന് ഇറങ്ങുവാണേ. പിന്നെ ചന്ദ്ര അവിടെ ഒരു താണ്ഡവം തന്നെ ആടുവാണ്. ശ്രുതിയുടെ മുഖത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നൊക്കെയുണ്ട്. എടാ ശ്രുതി, നിനക്കിപ്പോൾ വിശ്വാസമായില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ കള്ളി പുതിയ കള്ളം പറയുവാണെന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറി പറ്റാൻ വേണ്ടിയിട്ട്, എനിക്കറിയാം ഇവളെ, അതാ നിന്നോട് ഞാൻ പറഞ്ഞത് ഇവളെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്, ഇപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എടാ ശ്രുതി, ഒരെണ്ണം പൊട്ടിക്കട അവക്കിട്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും ഒരടി ശ്രുതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനൊരു കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രുതി, ഒരു നിമിഷം നിൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഞാനും വിചാരിച്ചു പോയി, നീ എന്നെയും കൂടി പറ്റിച്ചല്ലോ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അത് പിന്നെ ഞാൻ
എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, എൻ്റെ മോനെ കാണാനോ അവനെ വിളിക്കാനോ ഒന്നും നിൽക്കരുത്. നിന്റെ കള്ളത്തിരക്കിന് നിന്റെ കയ്യിൽ വെച്ച് അവിടെ മീരയുടെ കൂടെ തന്നെ താമസിച്ചോ, ഞങ്ങളുടെ പടി പോലും ചവിട്ടി പോകരുത്, പൂടി എൻ്റെ കൺമുമ്പിൽ നിന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും വീണ്ടും തല്ലുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും നോക്കി നിന്ന് ഇവരെ പിടിച്ച് മാറ്റുന്നൊക്കെയുണ്ട്. ലാസ്റ്റ് സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ചൊരു സീനൊന്നും വേണ്ട, വാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലോട്ട് പോവാം, പക്ഷെ ഇവള് ഇനി ആ വീട്ടിലോട്ട് കയറില്ല, വാടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര പോവുകയാണ് കാറിൽ കയറിയിട്ട്. ശ്രുതിയുടെ അങ്ങനെ ആ പ്ലാനിങ്ങും ചീറ്റിപ്പോയ സങ്കടത്തിൽ ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.